അപ്പോ ഈ കഴുകുമോളുടെ പേരെന്താന്ന് പറഞ്ഞ ഒരു ജീത്തു ജോസഫ് പടം എന്ന നിലയ്ക്ക് ഭയങ്കര നിരാശ സമ്മാനിച്ച ഒരു സിനിമയായിട്ടാണ് മിറാഷ് ഫീൽ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ല. പുള്ളി ചെയ്യുന്ന പോലെ ഒരു സംഭവം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയില്ല. പ്രതീക്ഷിച്ച ഒരു പരിപാടിയില്ല. മനസ്സിലായല്ലോ. എന്താണ് ഇങ്ങനെ ഒരു ജീത്തു പടത്തിൽ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾക്ക് യാതൊരു ഒരു അടിസ്ഥാനമില്ലാത്ത കുറേ കഥാപാത്രങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ തമിഴാണ് കൂടുതലും. ഡയലോഗ്സ് ഫുള്ള് തമിഴിലാണ് ഓൾമോസ്റ്റ്. എന്തായാലും കച്ചവടം നടക്കട്ടെ, കൊടുത്തുവിട്. ആമാങ്ക എന്നാ തമ്പി തമിഴാ? അതെ, എന്താ വന്നേ? പല സ്ഥലത്തും അങ്ങനെ കുറേ സീൻസ്. ഈ പടം മൊത്തം ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. ഡയലോഗ്സ് ആയി കഴിഞ്ഞാലും, അത് ആക്ടേഴ്സ് ഡെലിവറി ചെയ്യുന്നതായി കഴിഞ്ഞാലും, അവരുടെ കോമ്പിനേഷൻ സീൻസ് ആയി കഴിഞ്ഞാലും, അത്തരത്തിലുള്ള സ്റ്റേജിങ്ങും സീക്വൻസും എല്ലാം ഭയങ്കര ആർട്ടിഫിഷ്യൽ. അഭിനയം നാച്ചുറൽ ആയിരിക്കും. നാച്ചുറൽ ആവാ സാർ. സാർ നോക്കിക്കോളൂ. ഹലോ വിശംബരൻ സാറിനെ എല്ലാം ഒറിജിനൽ ആയിട്ട് തന്നെ കാണും. പിന്നെ സമ്പത്തുണ്ട്, മറ്റേ തമിഴ്നാടനുണ്ടല്ലോ, പുള്ളി തമിഴിനെ സംസാരിക്കുന്നത്. പുള്ളി ഒരു സൂപ്പർഡന്റാണ്, പോലീസ് ഓഫീസർ. പുള്ളി ഇതുപോലെ തന്നെ ഒരു മൊണ്ണ കഥാപാത്രം. പുള്ളി ഇങ്ങനെ എന്നോട് കെഞ്ചുക, ഇങ്ങനെ ഇരക്കുക, അയ്യോ പ്ലീസ് ഒന്ന് സത്യം പറയാവോ. ഹലോ ഞാനിവിടെ കുറെ നേരമായി വടിവിഴിഞ്ഞ പോലെ നിൽക്കുന്നത് താൻ കാണുന്നില്ലേ? സാർ കാര്യം പറഞ്ഞു. എനിക്ക് തന്നെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുക്കണം. ഓ, കളിയിക്കാവിള വെട്ട് കേസാ? അല്ല. തമ്പാനൂർ കുത്ത് കേസ്? അല്ല. വിഴിഞ്ഞ മർഡർ? അല്ലല്ല, അതൊന്നുമല്ല. എന്താ പിന്നെ ചൊല്ലു, സാറ് തന്നെ പറയണം. തനിക്കറിയില്ല? പിന്നെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സ്ഡ്. അവരിങ്ങനെ പരസ്പരം സംസാരിക്കുക. ആസിഫിന്റെ അടുത്ത് അർജുൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ താനേതാന്ന്. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ബാലമുരളി ഈ പറഞ്ഞ പോലെ തന്നെ ആ കഥാപാത്രം കുറച്ച് കോംപ്ലക്സ് കഥാപാത്രമാണ്, അഭിരാമി മേനോൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരിതുപോലെ തന്നെ ഇവർ കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് തലക്കടിക്കുക, അവനെ ഹോബി. എന്ത് കൈ കിട്ടിയാലും ഇവരെടുത്ത് തലക്കടിക്കും. എന്നാ അടിച്ചോളൂ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പടത്തിന്റെ ഒരു എൻഡിങ് സ്റ്റേജിലോട്ട് പോകുമ്പോഴുള്ള ഒരു ട്വിസ്റ്റ്, അതാരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ട്വിസ്റ്റ് പടത്തിൽ മേക്ക് ചെയ്തേക്കണം. അതൊരു രസമായിട്ട് തന്നെയാണ്. ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. നല്ല സിനിമയായിരുന്നു. മെയിൻ സിനിമകൾ പോലെ ഒരു ലോഡ് ട്വിസ്റ്റാണ്, പൊളിയാണ്. സൂപ്പർ അടിപൊളിയുണ്ട്, ഒരു രക്ഷയില്ല. ഫുള്ള് സ്പോയിലർ ആയി പോകും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ഒരു പടത്തിന് വന്നാണ് കുറെ കാലത്ത് ഒന്ന് കാണാൻ സമ്മതിക്കും. വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ, വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കഷ്ടം. ജീവിതം നശിപ്പിക്കരുത്, എന്നെ മനസ്സിലാക്കോ. ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യമാണ്.